പ്രൈസലോ. മാർപ്പാപ്പ ഫ്രാൻസിസ് മാർപ്പാപ്പ സാധാരണ മിഷൻ മന്ത് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. പരിശുദ്ധാത്മാവ് മാർപ്പാപ്പയിലൂടെ തന്ന ഒരു സന്ദേശം, ഞാനും നിങ്ങളും ഒരു മിഷണറിയായി മാറണം. പ്രത്യേകിച്ച് മിഷണറിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന, മിഷൻ മേഖലകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു കാലഘട്ടമാണിത്. ആഗോള കത്തോലിക്ക സഭ എന്ന് നേരിട്ട് കൊണ്ടിരിക്കുന്നതിലേക്ക് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പറയുന്നത് വീണ്ടും ഒരു പെന്തകുസ്ത അനുഭവം കടന്നു വരണം. അതിനെ കൈവരിച്ചേ പറ്റൂ. ജോബിൻ്റെ പുസ്തകം 42:10 പറയുന്നുണ്ട്, ജോബിൻ്റെ ജീവിതത്തിൽ സകലം നഷ്ടപ്പെട്ടപ്പോൾ ജോബ് മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു മധ്യസ്ഥ പ്രാർത്ഥന നമ്മളിൽ നിന്ന് ഉരുവിട്ട് വരണം. ഞാൻ ആയിരിക്കുന്ന ഒരു സംഘടന ഇൻ്റർസെഷൻ ഫോർ ഇന്ത്യ, ഭാരത സുവിശേഷത്തിന് വേണ്ടി 1,00,000 ജപമാല ദിവസം ചൊല്ലുന്നുണ്ടെങ്കിൽ നിങ്ങളും ഞാനും ഒക്കെ ഈ ഒരു രക്തം നമ്മളുണ്ടാകണം. മാർപ്പാപ്പ അത് വെറുതെ പറഞ്ഞു പോയതല്ല ഇത്, മറിച്ച് എന്നിൽ എത്രമാത്രം ആ പരിശുദ്ധാത്മാവിൻ്റെ ഇടപെടൽ ഉണ്ട്. ഇന്ന് സഭ നേരിട്ടുകൊണ്ടിരിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് പ്രാർത്ഥനയുടെ കുറവാണ്. അത് കുടുംബ പ്രാർത്ഥനയാണേലും വ്യക്തിപരമായ പ്രാർത്ഥനയിലും മധ്യസ്ഥ പ്രാർത്ഥനകളാണേലും. അപ്പോൾ ഇതിനെ നമുക്ക് എല്ലാവരും ഒരുമിച്ച് കൈകോർക്കേണ്ട ഒരു പ്രത്യേക ഒരു മാസമാണ് ഈ ഒക്ടോബർ മാസം. മധ്യസ്ഥ പ്രാർത്ഥന ഉയർന്നാൽ സഭ അത് ശക്തിപ്പെടും. പുതിയൊരു ബന്ധകസ്ഥ അനുഭവം, ആ ഒരു സന്തോഷം, ആ സന്തോഷത്തിന് വേണ്ടിയാണ് നമ്മൾ കൈകോർക്കുന്നത്. ഞാൻ നീയെ എൻ്റെ ധ്യാനമന്ത്രം അവിടെ ധ്യാനമന്ത്രം എന്നൊക്കെ മാറി ഒരുമിച്ച് കൈകോർത്തുകൊണ്ട് മാർപ്പാപ്പയുടെ ആഹ്വാനം, ഒക്ടോബറിൻ്റെ പ്രാധാന്യം, പ്രത്യേകിച്ച് ജപമാല മാസ ആചരണം, അത് അമ്മയോട് കൈ പിടിച്ച് നമുക്ക് ജപമാല ചൊല്ലിക്കൊണ്ട് അനേകം ആത്മാക്കളെ നേടാൻ സാധിക്കണം. ഞങ്ങളായിരിക്കുന്ന മിനിസ്ട്രിയും അതിനെ ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നു. നമ്മളായിരിക്കുന്ന എല്ലാ മിനിസ്ട്രികളും ഇതുതന്നെ നമ്മൾ ആഗ്രഹിക്കുന്നത്, സഭയെ വളർത്തണം, സഭയെ ഉജ്ജ്വലിപ്പിക്കണം. ആ ഉണർന്ന ആ സഭയെ മുന്നിൽ കണ്ടുകൊണ്ട് നമ്മൾ ഇന്ന് ഖൽക്കാക്കാം അജ്കരോ അജ്കാക്കാം അഭികരോ, നാളത്തെ ജോലി ഇന്ന് ചെയ്യുക, ഇന്നത്തെ ജോലി ഇപ്പോൾ ചെയ്യുക. അത് ഇപ്പോൾ തന്നെ നമ്മളായിരിക്കുന്ന അവസ്ഥയിൽ സഭയെ ഉണർത്താൻ നമ്മൾ കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് ജപമാലയിലൂടെയും മധ്യസ്ഥ പ്രാർത്ഥനയിലൂടെയും എല്ലാം സഭയെ വളർത്തട്ടെ. ഈ പരിശുദ്ധാത്മാവ് അഭിഷേകം 2019 പുത്തൻ അഭിഷേകം എനിക്കും നിങ്ങൾക്കും നമ്മളായിരിക്കുന്ന മിനിസ്ട്രികളിലും സ്ഥാപനങ്ങളിലേക്കും നിറയട്ടെ. അതിനോട് നമുക്ക് പ്രാർത്ഥിക്കാം. ആമേൻ.